ഓം ഭഗവതേ വാസുദേവായ. ദശകം 12 ശ്ലോക 9. ദൃഷ്ട്വാ അദ ദൈത്യഹതകേന രസാതലാന്തേ സംവേശിതാം ചടുതി കൂടകിടിഃ വിഭോ ത്വം ആപാതുകാൻ അവിഗണയ്യ സുരാരിഖേടാൻ ദംഷ്ട അങ്കുരേണ വസുധാം അദദാഹ സലീലം. ദൃഷ്ട്വ കണ്ടിട്ട്, അധ അനന്തരം, ദൈത്യ ഹതകേന ഹിരണ്യാക്ഷൻ എന്ന ദൈത്യന്റെ ആ ഒരു ഹതത്തിൽ, രസാന്തലാന്തേ പാതാളത്തിന്റെ ഏറ്റവും അടിയിലുള്ള ആ ലോകത്തിൽ, സംവേശിതാം വ്യന്യസിക്കപ്പെട്ട്, ചടുതി പെട്ടെന്ന്, കൂടകിടിർ വിഭോ മായാമൂർത്തിയായ ഭഗവാൻ, ത്വം ഭഗവാനെ, ആ പാതുകാന് എതിരേൽക്കാൻ, അവിഗണയ്യ അവഗണിച്ചുകൊണ്ട്, അസുരാരിഖേടാൻ അസുരന്മാരെ, ദംഷ്ട്രാങ്കുരേണ തേറ്റയുടെ അറ്റം കൊണ്ട്, വസുധാം ഭൂമിയെ, അധധ പൊക്കിയെടുത്ത്, സലീലം നിസാരമായിട്ട്. അപ്പോൾ ഈ ദശകത്തിൽ നമ്മൾ വരാഹാവതാരത്തെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഈ സമയത്ത് ആ ഹിരണ്യാക്ഷൻ എന്ന ദൈത്യനെ ആ ഭഗവാൻ കണ്ടിട്ട്, അതായത് ഭഗവാനെ തേടി നടന്ന ആ ഹിരണ്യാക്ഷൻ അവസാനം ഭഗവാനെ കാണുന്നു, ഭഗവാൻ ഹിരണ്യാക്ഷനെയും കാണുന്നു. അപ്പോൾ അവർ പാതാളത്തിന്റെ ഏറ്റവും അടിയിൽ വിന്യസിക്കപ്പെട്ട ആ മായാമൂർത്തിയായ ഭഗവാനെ, അല്ലയോ ആ ഭഗവാനെ എതിരേൽക്കുവാൻ വേണ്ടി, അതായത് എതിർക്കാൻ ഇത്രയ്ക്കും വലിയ ശക്തി ഉണ്ടോ ആ ഹിരണ്യാക്ഷൻ ഒന്ന് ചിന്തിക്കുക പോലും ചെയ്യാതെ ആ ഭഗവാനെ ഒന്ന് അവഗണിക്കുകയും, അസുരന്മാരെ, ആ ഹിരണ്യാക്ഷൻ എന്ന അസുരനെ ആ വരാഹമൂർത്തിയായ ഭഗവാൻ തൻ്റെ തേറ്റയുടെ അറ്റം കൊണ്ട് ആദ്യം ഹിരണ്യാക്ഷനെ അവഗണിച്ചിട്ട്, ആ ഭൂമിയെ ആദ്യം സംരക്ഷിച്ചിട്ട്, തൻ്റെ തേറ്റയുടെ അറ്റം കൊണ്ട് പൊക്കിയെടുത്ത്, നിസാരമായി പൊക്കിയെടുത്ത് സംരക്ഷിക്കുകയാണ് ആദ്യം ഭഗവാൻ ചെയ്തത്. അപ്പോൾ ആദ്യം ഹിരണ്യാക്ഷൻ വരുന്നത് കണ്ടിട്ട് ഹിരണ്യാക്ഷനെ അവഗണിക്കുകയും അതിനുശേഷം ഭൂമിയെ സംരക്ഷിക്കുകയും ചെയ്യുകയാണ് ഈ ശ്ലോകത്തിൽ. ദൃഷ്ട്വാ ദൈത്യഹതകേന രസാതലാന്തേ സംവേശിതാം ചടുതി കൂടകിടിർവിഭോ ത്വം ആപാതുകാൻ വിഗണയ്യ സുരാരിഖേടാൻ ദംഷ്ട്രാങ്കുരേണ വസുധാമദദാ സലീലം. ശ്രീഹരേ നമഃ, ശ്രീഹരേ നമഃ. ഗോപികാ ജീവന സ്മരണം. ഗോവിന്ദ ഗോവിന്ദ. താങ്ക് യു.